CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂൾ മതിൽ തകർന്നു. ഞായറാഴ്ച പുലർച്ചെ പെയ്ത ശക്തമായ മഴയിലാണ് 20 മീറ്ററോളം നീളമുള്ള 70 വർഷത്തിലധികം പഴക്കമുള്ള മതിൽ തകർന്ന് കോമ്പൗണ്ടിൽ പതിച്ചത്. കൊരട്ടിക്കരയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ഗൃഹനാഥൻ മരിച്ചു. പെരുമ്പിലാവ് പാതാക്കര കിഴക്കേപ്പാട്ട് വീട്ടിൽ 62 വയസ്സുള്ള ശശിധരനാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെ കൊരട്ടിക്കര ഐഫ ഫർണിച്ചർ ഷോറൂമിന് മുന്നിൽ വെച്ചായിരുന്നു അപകടം. വൺ വേ തെറ്റിച്ചത് ചോദ്യം ചെയ്തതിന് കുന്നംകുളത്ത് ട്രാഫിക് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസുകാരനെ യുവാവ് ആക്രമിച്ചു. സംഭവത്തിൽ പ്രതിയെ പോലീസും നാട്ടുകാരും ചേർന്ന് മൽപ്പിടുത്തത്തിലൂടെ കീഴടക്കി. തൊഴിയൂരിൽ MDMAയുമായി യുവാവ് എക്സൈസിന്റെ പിടിയിൽ. പൊട്ടത്തയിൽ വീട്ടിൽ 30 വയസ്സുള്ള മുബഷീറാണ് അറസ്റ്റിലായത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥ സംഘം ഡിജിറ്റൽ സർവേ സംവിധാനം വിലയിരുത്തുന്നതിന്റെ ഭാഗമായി ജില്ലയിൽ സന്ദർശനം നടത്തി. പുന്നൂർകുളം തൃപ്പറ്റ് ശിവക്ഷേത്രത്തിലെ 200 വർഷത്തിലേറെ പഴക്കമുള്ള ആൽമരം കടപുഴകി വീണു. ഞായറാഴ്ച രാവിലെ 6:30 ആൽമരം കടപുഴകിയത്. മലപ്പുറം കരുവാരക്കുണ്ടിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 2.5 വയസ്സുകാരൻ മരിച്ചു. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. കരുവാരക്കുണ്ട് കമ്പിപ്പാലത്തിങ്കൽ പുളിക്കാത്തൊടിയിൽ മുജീബ് മുസ്ലിയാരുടെ മകൻ 2.5 വയസ്സുള്ള നഫ്ലാനാണ് മരിച്ചത്. പന്നിത്തടം സെന്ററിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് ഒരേ സമയം 1-ൽ കൂടുതൽ അപകടങ്ങളാണ് സംഭവിച്ചത്. വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ചതിനെ തുടർന്നുണ്ടായ തർക്കം തീർക്കാൻ പോലീസ് എത്തി. സംസാരിക്കുന്ന സമയത്താണ് കാറും ബൈക്കും തമ്മിൽ കൂട്ടിയിടിച്ച് വീണ്ടും അപകടമുണ്ടായത്. വായനാ വാരാചരണത്തിന്റെയും ലഹരി വിരുദ്ധ ബോധവൽക്കരണ യജ്ഞത്തിന്റെയും ഭാഗമായി കേച്ചേരി അൽ ഇസ്ലാം ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ചിത്രകഥയിലെ ചിരഞ്ജീവികൾ എന്ന ലഹരി വിരുദ്ധ നാടകാവിഷ്കാരം സംഘടിപ്പിച്ചു. കേരള സ്റ്റേറ്റ് ലൈബ്രറി കൌൺസിൽ തെരഞ്ഞെടുത്ത 7ാം കൌൺസിലിന്റെ കുന്നംകുളം താലൂക്ക് കൌൺസിൽ അംഗങ്ങളുടെ സംഗമം നടന്നു. അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സംഗമം മണലൂർ MLAയും ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റുമായ മുരളി പെരുന്നെല്ലി ഉദ്ഘാടനം ചെയ്തു. യാത്രാ ദുരിതം പേറി വിദ്യാർത്ഥികളും പ്രദേശവാസികളും വലയുന്നു. കടവല്ലൂർ പഞ്ചായത്തിലെ തിപ്പലശ്ശേരി കോടതിപ്പടി മുല്ലപ്പള്ളിക്കുന്ന് റോഡിലെ കുഴികളും വെള്ളക്കെട്ടുമാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. വേലൂർ ശ്രീ കാർത്തിനി ദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ കൊടിമര പുനരുദ്ധാരണ യജ്ഞം ആരംഭിച്ചു. 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പാണ് നവീകരണ കലശം നടത്തിയിട്ടുള്ളത്. എടക്കളത്തൂർ കലാകായികവേദി ആൻഡ് പബ്ലിക് ലൈബ്രറി സംഘടിപ്പിക്കുന്ന സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവത്തിന്റെ ഡെലിഗേറ്റ് പാസ് വിതരണ ഉദ്ഘാടനം ചലച്ചിത്ര ഗാനരചയിതാവ് BK ഹരിനാരായണൻ കുന്നംകുളം പ്രസ് ക്ലബ് പ്രസിഡന്റ് ജോസ് മാളിയേക്കലിന് നൽകി നിർവഹിച്ചു. എളവള്ളി പഞ്ചായത്തിലെ അതിദരിദ്ര അഗതി ആശ്രയ വിഭാഗത്തിലെ കുടുംബാംഗങ്ങൾക്ക് സൗജന്യ വൃക്ക പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. കേരളം ഭരണമാറ്റത്തിന് വിധിയെഴുതിയത് ഉൾക്കൊണ്ടുകൊണ്ട് നാളെകളുടെ നല്ല പാതകൾ സൃഷ്ടിച്ച് താഴെത്തട്ടിലും ഭരണസാരഥ്യം തിരിച്ചുപിടിക്കാൻ പ്രവർത്തകർ സജ്ജരാകണമെന്ന് മുൻ MLA PA മാധവൻ. ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും വാർഡ് പ്രസിഡന്റുമാർക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള കർഷക സംഘം മേഖലാ സമ്മേളനങ്ങൾക്ക് തുടക്കമായി. CCC ഗുരുവായൂരിന്റെ നേതൃത്വത്തിൽ ഭാർഗവൻ പള്ളിക്കര അനുസ്മരണവും നാടകാവതരണവും സംഘടിപ്പിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബെഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ടീച്ചേഴ്സ് കലോത്സവ് വിദ്യാരംഗ് 2025 സംഘടിപ്പിച്ചു. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മോർ പത്രോസ്, മോർ പൗലോസ് സ്ലീഹാമാരുടെ ഓർമ്മദിനവും ലഹരി വിരുദ്ധ ദിനവും ആചരിച്ചു. കോൺഗ്രസ് പാവർട്ടി മണ്ഡലം കമ്മിറ്റിക്ക് കീഴിലുള്ള 4ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമവും ആദര സമ്മേളനവും സംഘടിപ്പിച്ചു. കേരള ഇലക്ട്രിക്കൽ വയർമെൻ ആൻഡ് സൂപ്പർവൈസേഴ്സ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് രൂപീകരണം ജില്ലാ പ്രസിഡന്റ് KM നിരൂപ് നിർവഹിച്ചു. SSLC+2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ കാണിപ്പയ്യൂർ ശ്രീഭദ്ര പുരാഘോഷ കമ്മിറ്റി അനുമോദിച്ചു. 50 വർഷത്തിലേറെയായി ആതുര ശുശ്രൂഷ രംഗത്ത് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ വർഗീസ് ജോബ് എന്ന ഡോക്ടർ റെജി നിര്യാതനായി. കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റൽ സ്ഥാപക ഡയറക്ടർമാരിൽ ഒരാളും യൂണിറ്റി ഹെൽത്ത് സർവീസ് മാനേജിംഗ് ഡയറക്ടറുമാണ്. 84 വയസ്സായിരുന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.